ദൈവം എപ്പോഴാണ് ക്രോധവാനാകുന്നത്? ഭഗവാന്റെ നരസിംഹാവതാരത്തോടെ പേടിയുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണും. അതിനുശേഷം നരസിംഹാവതാരത്തോട് പേടിയാണോ അതോ ഭക്തിയാണോ ഉണ്ടാവുക എന്ന് നോക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് ഭഗവാന്റെ 4ാമത്തെ അവതാരമായ നരസിംഹാവതാരത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ഭഗവാന്റെ ആദ്യത്തെ 3 അവതാരങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 4ാമത്തെ അവതാരമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹിരണ്യാക്ഷൻ ഇവർ രണ്ടുപേരും സഹോദരന്മാരാണ്. അതിൽ ഹിരണ്യാക്ഷനെ ഭഗവാൻ തൻ്റെ വരാഹ അവതാരത്തിൽ വധിച്ചു. ബാക്കി ഇനി ഹിരണ്യകശിപു ഉണ്ട്. അപ്പോൾ തൻ്റെ സഹോദരനെ കൊന്നു, ഭഗവാനാണ് കൊന്നത് എന്ന് ഹിരണ്യകശിപുവിന് അറിയാം. അതിൻ്റെ എല്ലാ ദേഷ്യവും ഹിരണ്യകശിപുവിന് ഉണ്ടായിരുന്നു. എന്നാൽ ഭഗവാനെ ഭയമായിരുന്നു. കാരണം തൻ്റെ സഹോദരനെ കൊന്നത് ആരാണെന്ന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ഭഗവാനെ നേരിട്ട് ഉപദ്രവിക്കാതെ ഭഗവാന്റെ ഭക്തരെ ഉപദ്രവിക്കുക, ദേവന്മാരെ ഉപദ്രവിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഹിരണ്യകശിപു ചെയ്തിരുന്നത്. അപ്പോൾ ഭഗവാന്റെ ഭക്തരെന്ന് പറയുന്നത് ഹിരണ്യകശിപുവിന് അത്രയ്ക്കും ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഭഗവാനെ നേരിട്ട് പോയി ഉപദ്രവിക്കാനോ മറ്റുമൊന്നും ഹിരണ്യകശിപുവിന് ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ദേവലോകവും എല്ലാം, ഭൂലോകം മൊത്തം വിറപ്പിക്കാട്ടോ ഹിരണ്യകശിപു. ഭഗവാന്റെ അടുത്ത് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും പോയി ഉപദ്രവിക്കുന്നുണ്ട്. ഇതെല്ലാം ഭഗവാൻ തൻ്റെ യോഗനിദ്രയിൽ അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഭഗവാനുമായുള്ള വിരോധം വെച്ച് നടത്തിയിരുന്ന ഹിരണ്യകശിപു ഭഗവാനുമായി ഇനിയൊരു യുദ്ധം ചെയ്യണമെങ്കിൽ തനിക്ക് ഇനിയും അത്യാവശ്യം കുറേ ശക്തി വേണം എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ തപസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ബ്രഹ്മാവിനെ ആയിരുന്നു തപസ് ചെയ്തിരുന്നത്. വളരെ ഘോരമായ തപസ്സായിരുന്നു. ഇതറിഞ്ഞ ദേവന്മാരെല്ലാവരും പേടിച്ചു പോവാണ്. കാരണം കുറച്ച് ശക്തിയുള്ളപ്പോൾ തന്നെ ഈ ഭൂലോകം മൊത്തം നടുക്കിയ ഹിരണ്യകശിപുവിന് ഇനിയും ശക്തി ലഭിക്കുകയാണെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്യും എന്ന് ദേവന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഹിരണ്യകശിപു തപസ് ചെയ്ത് വരുന്നതിന് മുമ്പ് അസുരന്മാരെ മുഴുവൻ നിഗ്രഹിക്കാനായിട്ട് ദേവന്മാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും എല്ലാവരും കൂടി യുദ്ധത്തിന് അസുരന്മാരുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു യുദ്ധം കാരണം അസുരന്മാർ ആദ്യം ഒന്ന് തളർന്നു പോയി എങ്കിൽ പോലും പിന്നീട് അവർ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ അസുരന്മാർ വിജയിക്കുകയും ദേവന്മാർ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. പരാജയം മാത്രമല്ല, അവർ സത്യത്തിൽ പിന്തിരിഞ്ഞ് ഓടേണ്ട അവസ്ഥയാണ്. പക്ഷേ ആ ഒരു ഓടുന്ന സമയത്ത് ദേവേന്ദ്രൻ ഹിരണ്യകശിപുവിൻ്റെ ഗർഭിണിയായ ഭാര്യയെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം പിടിച്ചു കൊണ്ടുപോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ രാമായണ കഥ വായിക്കുമ്പോൾ അഹല്യാമോക്ഷം എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഭാഗമുണ്ട്. അതും ഈ ദേവേന്ദ്രൻ കാരണം തന്നെയാണ്. അതായത് ഒരിക്കൽ ഗൗതമൻ്റെ വേഷത്തിൽ അഹല്യയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അഹല്യ ഗൗതമൻ മുനിയാണ് എന്ന്, തൻ്റെ ഭർത്താവാണ് എന്ന് വിചാരിച്ചിട്ട് ഇരുത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടുവരുന്ന ശരിക്കുള്ള ഗൗതമ മുനി അഹല്യയോടും ദേവേന്ദ്രനോടും കോപിക്കുകയാണ്. അങ്ങനെ അഹല്യ കല്ലായി മാറും എന്ന് ശപിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ദേവേന്ദ്രന് അതൊരു സ്വഭാവമാണ്. അദ്ദേഹം ഇതേ ഗൗതമനിൽ നിന്ന് തന്നെ ഒരു ആനക്കുട്ടിയെയും പിന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു ദ്വാപര യുഗത്തിൽ ഈ ഗോകുലത്തിൽ നിന്ന് പശുവിനെയും മറ്റുമൊക്കെ കട്ടെടുത്തിരുന്ന അത്രയ്ക്ക് ഉള്ള ഒരാളാണ് ദേവേന്ദ്രൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഗർഭിണി, അതും സുന്ദരിയായ ഹിരണ്യകശിപുവിൻ്റെ ഗർഭിണിയായ ഭാര്യയെ കട്ടെടുത്ത് പോയി എന്നതിൽ യാതൊരുവിധ അത്ഭുതവും ഇല്ല. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ ആവട്ടെ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്, തനിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകണം, ഭർത്താവിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഹിരണ്യകശിപു ഈ സമയത്ത് തപസ്സിലായിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ദേവേന്ദ്രൻ സമ്മതിക്കുന്നില്ല വിടാനൊന്നും. അപ്പോൾ ഇത് കേട്ടിട്ട് നാരദൻ ആ ഒരു ദേവലോകത്തേക്ക് വരികയാണ്. നാരദൻ ദേവേന്ദ്രനെ ഉപദേശിക്കുകയാണ് ഹിരണ്യകശിപുവിൻ്റെ ഗർഭിണിയായ ഭാര്യയെ തിരിച്ചു വിടാനായിട്ട്. അങ്ങനെ ദേവേന്ദ്രൻ മനസ്സില്ലാ മനസ്സോടെ തിരിച്ച് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നാരദനിൽ നിന്ന് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ ആ ഒരു കഥകൾ, ഭഗവാന്റെ കഥകളെല്ലാം കേട്ടിരുന്നു. അങ്ങനെ സ്വയം പരിവർത്തനത്തിന് വിധേയയാകുകയായിരുന്നു അവർ. അങ്ങനെ മനസ്സ് മാറുകയാണ്. അതും വയറ്റിൽ ഗർഭിണിയായ ഒരു ആളായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു സമയത്താണ് ഈ നല്ല കഥകളൊക്കെ കേട്ടത് കേട്ടോ. അങ്ങനെ തിരിച്ച് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ ആ ഒരു അസുരന്മാരുടെ ലോകത്തിലേക്ക് വരികയാണ്. ഈ ഒരു സമയത്തും ഹിരണ്യകശിപു തൻ്റെ
തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം തപസ് പൂർത്തിയാക്കി. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിനോട് അമരത്വം ആവശ്യപ്പെടാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെ തപസ് ചെയ്ത് വരമായി ഒരിക്കലും അമരത്വം ചോദിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ബ്രഹ്മാവിനോട് ചോദിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. അത് വളരെ രസമാണത് കേൾക്കാൻ. കാരണം അദ്ദേഹത്തിന് അമരത്വം വേണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ അത് അദ്ദേഹം നേരിട്ട് ചോദിച്ചില്ല എന്ന് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ച വരം ഇങ്ങനെയാണ്: ഹേ ഭഗവാൻ, എൻ്റെ കായിക ബലം 100 ഇരട്ടിയാക്കണം. മനുഷ്യദേവരൂപികൾക്കോ പക്ഷി മൃഗാദികൾക്കോ എന്നെ തോൽപ്പിക്കാൻ കഴിയരുത്. പകലോ രാത്രിയോ ഞാൻ പരാജയപ്പെടരുത്. വീടിനുള്ളിൽ വെച്ചോ പുറത്തു വെച്ചോ ഞാൻ വധിക്കപ്പെടരുത്. ആകാശത്തോ ഭൂമിയിലോ എൻ്റെ അന്ത്യമുണ്ടാകരുത്. അങ്ങനെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഹിരണ്യകശിപു വരം ചോദിച്ചത്. പക്ഷേ ബ്രഹ്മാവ് ഇത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു നിഗൂഢമായ ഒരു ചിരി ചിരിച്ചിട്ടാട്ടോ പോകുന്നത്. നിന്റെ കാര്യം ഇങ്ങനെയൊക്കെ ചോദിച്ചാലും നിനക്ക് മരണം എന്തായാലും ഉണ്ടാകും. നിന്റെ ദുഷ്ടതയ്ക്കുള്ള ഇതെല്ലാം നിനക്ക് കിട്ടും. ഭഗവാൻ നിനക്ക് തീർച്ചയായും നൽകും എന്ന ഒരു ചിന്തയോട് കൂടിയിട്ടാട്ടോ ബ്രഹ്മാവ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ബ്രഹ്മാവ് പോവാണ്. അങ്ങനെ തനിക്ക് വലിയ ശക്തി കിട്ടി. അങ്ങനെ ഒരു നിമിഷ നേരത്തെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ. തൻ്റെ ശക്തി 100 ഇരട്ടിയായി. ഇനി തനിക്ക് മരണമില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ഹിരണ്യകശിപു തൻ്റെ ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് തൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഒരു സമയത്ത് തൻ്റെ ഭാര്യയെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ കാര്യവും. അപ്പോൾ അതിൻ്റെ ഒപ്പം തൻ്റെ ഭാര്യയെ ദേവേന്ദ്രൻ കട്ടുകൊണ്ടുപോയി എന്നും നാരദൻ്റെ ഒരു ഇടപെടൽ കാരണം മാത്രമാണ് ഭാര്യയെ തിരിച്ചയച്ചതുമെന്ന് അറിഞ്ഞ ഹിരണ്യകശിപു വളരെയധികം കോപിഷ്ഠനാവുകയാണ്. അദ്ദേഹം ഇരട്ടിയായ തന്നെ ഫലത്തോടെയും അമരത്വത്തോടെയും കൂടി അദ്ദേഹം ദേവലോകത്തേക്ക് പോയി അവിടെയെല്ലാം തല്ലി തകർക്കുകയാണ്. അങ്ങനെ ദേവന്മാർ ഗത്യന്തമില്ലാതെ അവിടെ നിന്ന് ഒളിച്ചോടേണ്ടതായിട്ട് വരികയാണ്. ഇങ്ങനെ ഹിരണ്യകശിപു തൻ്റെ അക്രമങ്ങളെല്ലാം കാണിച്ചു നടക്കുന്ന ആ ഒരു സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ അസുര രാജധാനിയിൽ വെച്ച് ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ നാരദനിൽ നിന്ന് ആവോളം ഭഗവത് കഥകൾ കേട്ട ആ കുട്ടി ഭഗവാന്റെ പരമഭക്തനായിരുന്നു. അത് പ്രഹ്ലാദനായിരുന്നു. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ഭക്തരുടെ ആ ഒരു കണക്കൊക്കെ നോക്കുമ്പോൾ അതിൽ വളരെ ഉയർന്ന സ്ഥാനം തന്നെയായിരുന്നു പ്രഹ്ലാദന് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാനുമായി തൻ്റെ സഹോദരനെ കൊന്ന ആ ഭഗവാനുമായി വിരോധം വെച്ച് നടന്നിരുന്ന ഹിരണ്യകശിപു തൻ്റെ മകൻ ഭഗവാന്റെ ഒരു പരമഭക്തനാണ് എന്ന് അറിഞ്ഞതോടുകൂടി എല്ലാ ദേഷ്യവും മകനിലേക്ക് തിരികെയാണ്. കുറേ മകനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ദേഷ്യത്തോടെയും അങ്ങനെയെല്ലാം ചീത്ത പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാനിൽ നിന്ന് അകറ്റാനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ എല്ലാത്തിനും കശിപുവിൻ്റെ ആ ശ്രമങ്ങളൊക്കെ നിഷ്ഫലമാവുകയാണ്. അവിടെയൊക്കെ പ്രഹ്ലാദൻ എന്ന് പറയുമ്പോൾ പ്രഹ്ലാദൻ്റെ ഭക്തി വളരെ മനോഹരമാണ്. അതായത് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം. അതായത് ഭക്തി എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. നമുക്ക് അതിൽ മാധുര്യ പ്രേമ ഭക്തിയുണ്ട്. അതൊക്കെയായിരുന്നു ഗോപികമാർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പ്രഹ്ലാദൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശാന്തം എന്ന് പറയുന്ന ഒരു ഭക്തമാണ്. അതായത് ശാന്തമായി ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവമുള്ള ആളായിരുന്നു പ്രഹ്ലാദൻ. അപ്പോൾ പ്രഹ്ലാദൻ ഇങ്ങനെ അച്ഛന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പ്രഹ്ലാദൻ ശാന്തമായിരുന്നു. ഒരിക്കലും തൻ്റെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് അങ്ങനെ ദേഷ്യത്തോടു കൂടി അല്ല പറഞ്ഞിരുന്നത്. വളരെ ശാന്തമായി അതിനുള്ള കൃത്യമായി ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഹിരണ്യകശിപു ഇങ്ങനെ പ്രഹ്ലാദനോട് പിന്തിരിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പം അതിന് വളരെ ശാന്തമായി തന്നെ പ്രഹ്ലാദൻ അതിന് ഉത്തരങ്ങൾ നൽകുകയാണ്, ഒരു തിരിച്ചടി എന്ന പോലെ. അപ്പോൾ ഇതിങ്ങനെ ഹിരണ്യകശിപുവിന് ഇത് കേൾക്കുമ്പോൾ വളരെ ദേഷ്യം, അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഇങ്ങനെ ഇരട്ടിച്ച് വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഹിരണ്യകശിപു തൻ്റെ നാട്ടിലുള്ള ആളുകളെ കൊണ്ട് ഓം ഹിരണ്യായ നമ എന്നിങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാതെ ഇത് ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വലിയ ശക്തനാണല്ലോ. അപ്പം ഇത് ചെയ്തില്ലെങ്കിൽ ജനങ്ങളെല്ലാം കൊല്ലുമെന്ന് അവർക്കറിയാം. അപ്പോൾ ജനങ്ങളെല്ലാവരും ഇതിങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ട് ഫോഴ്സ് കാരണം അവർക്ക് ഇഷ്ടമൊന്നുമില്ല, എന്തായാലും അവർ ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ മകനായ പ്രഹ്ലാദനാകട്ടെ ഓം നാരായണായ നമ എന്ന് ചൊല്ലി. അപ്പോൾ ഇതൊക്കെ ഹിരണ്യകശിപുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടാണ്. കാരണം നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തന്നെ അനുസരിക്കുന്നു, തന്നെ മകൻ തന്നെ അനുസരിക്കുന്നില്ല.
അങ്ങനെ അവസാനം സഹി കെട്ടിട്ട് ഹിരണ്യകശിപു തൻ്റെ മകനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ പ്രഹ്ലാദനെ തിളയ്ക്കുന്ന എണ്ണയിലേക്കും തീയിലേക്കും കടലിലേക്കും വിഷസർപ്പ കൂടുകളിലേക്കും ഒക്കെ എറിഞ്ഞിട്ടും ആ ബാലന് ഒരു പോറൽ പോലും സംഭവിച്ചില്ല. അതിന് കാരണം എന്താണ്? ആ ബാലൻ പ്രാർത്ഥിക്കുന്നത് സാക്ഷാൽ ഭഗവാനെ ആയിരുന്നു. അവിടെ എല്ലാം ഭഗവാൻ രക്ഷിക്കുകയാണ്. അങ്ങനെ ഹിരണ്യകശിപുവിന് എത്ര ശ്രമിച്ചിട്ടും മകനെ കൊല്ലാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും ഹിരണ്യകശിപു മകനെ അടിക്കും. വളരെ ക്രൂരനായിട്ടാട്ടോ മകനോട് പെരുമാറിയിരുന്നത്. മകനെ അടിക്കും. അപ്പോൾ അങ്ങനെയെങ്കിലും ഭഗവാനെ വിളിക്കുന്നത് കുറഞ്ഞു കിട്ടും എന്ന് ഹിരണ്യകശിപു വിചാരിക്കുന്ന സമയത്ത് പ്രഹ്ലാദനാകട്ടെ പണ്ട് വിളിച്ചിരുന്നതിനേക്കാൾ ഉച്ചത്തിൽ ഭഗവാനെ വിളിച്ചിങ്ങനെ കരയും. അപ്പോൾ ഇത് ഇങ്ങനെ കേൾക്കും തോറും ഹിരണ്യകശിപു വീണ്ടും വീണ്ടും അടിക്കും. എങ്കിലും പ്രഹ്ലാദൻ നിർത്തില്ല. പ്രഹ്ലാദൻ തിരിച്ചൊന്നും ദേഷ്യത്തിൽ പറയില്ല, പക്ഷെ ഭഗവാനെ വിളിച്ചിങ്ങനെ കരയും. അങ്ങനെ ഒരു ദിവസം ദേഷ്യം വളരെയധികം അങ്ങനെ വളരെ ഉയർന്നു നിൽക്കുന്ന ആ ഒരു സമയത്ത് ഹിരണ്യകശിപു തൻ്റെ മകനെ തൻ്റെ വാൾ തന്നെ ഉപയോഗിച്ച് കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഊരിപ്പിടിച്ച കത്തിയുമായി ഹിരണ്യകശിപു പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ചോദിക്കുകയാണ്, എവിടെയാണ് നിൻ്റെ വിഷ്ണു? അയാൾ അലറിക്കൊണ്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ പ്രഹ്ലാദൻ അപ്പോഴും ശാന്തമായി തന്നെ മറുപടി പറയാണ്, എൻ്റെ ദൈവം തൂണിലും തുരുമ്പിലുമുണ്ട്. അപ്പോൾ ഹിരണ്യകശിപു അത് കേട്ടിട്ട് ഒന്ന് ഒച്ചത്തിൽ അങ്ങോട്ട് ചിരിച്ചിട്ട് പ്രഹ്ലാദനോടായിട്ട് ഇങ്ങനെ അട്ടഹാസത്തോടു കൂടി പറയാണ്. തൊട്ടടുത്തുള്ള ഒരു ചിത്രപ്പണികൾ ചെയ്ത തൂണിലേക്ക് ചൂണ്ടി അയാളിങ്ങനെ അലറിക്കൊണ്ട് ചോദിക്കുകയാണ്, ഈ തൂണിലും നിൻ്റെ നാരായണനുണ്ടോ? അപ്പോൾ ശാന്തമായി തന്നെ അതിനും പ്രഹ്ലാദൻ മറുപടി പറയാണ്, ഉണ്ട് എന്ന്. അപ്പോൾ കോപം കൊണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് അദ്ദേഹം പ്രതീക്ഷയില്ല അങ്ങനെ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിച്ചുകൊണ്ട് അദ്ദേഹം കോപം കൊണ്ട് ചുതിക്കുകയാണ്. അലറിക്കൊണ്ട് ആ തൂണിന്മേൽ അദ്ദേഹം വെട്ടി. അത് രണ്ടായി പിളർന്നു. ആ തൂണ് ഇവിടെ ഉണ്ടെന്നാണല്ലോ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലാണ് വെട്ടുന്നത്. അങ്ങനെ ആ തൂണ് രണ്ടായി പിളർന്നു പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഭഗവാൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഭഗവാൻ എങ്ങനെ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി മനുഷ്യനും പകുതി സിംഹവുമായ ആ രൂപത്തിൽ ഭഗവാൻ അങ്ങനെ വരികയാണ്. ഹിരണ്യകശിപുവിൻ്റെ ദേഹത്തേക്ക് ചാടി വീഴുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടു നിന്ന ദേവന്മാർ പോലും, അതായത് അവിടെയൊക്കെ ഇത് നോക്കിയിട്ട് ദേവന്മാർ ആകാശത്ത് മറ്റൊക്കെ ഉണ്ടായിരുന്നു, അവർ പോലും ഭഗവാനെ കണ്ട് പേടിച്ച് പോവാട്ടോ. അപ്പോൾ ഈ സമയത്ത് പ്രഹ്ലാദൻ അവിടെ നിൽക്കുന്നുണ്ട്. പ്രഹ്ലാദൻ പക്ഷേ പേടിക്കുന്നില്ല, കൈ കൂപ്പി അങ്ങനെ നിൽക്കുകയാണ്. കാരണം തൻ്റെ ഭഗവാനെ തനിക്ക് നന്നായി അറിയാം. അങ്ങനെ ആ ഒരു വരം, പണ്ട് ബ്രഹ്മാവ് കൊടുത്തൊരു വരം ഉണ്ടല്ലോ, അതെല്ലാം തകർത്തുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു ഹിരണ്യകശിപുവിനെ കൊല്ലണത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ബ്രഹ്മാവിനോട് ചോദിച്ചിട്ടുണ്ടായത്, മനുഷ്യ ദേവരൂപികൾക്കോ പക്ഷി മൃഗാദികൾക്കോ എന്നെ തോൽപ്പിക്കാൻ കഴിയരുത്. അപ്പോൾ ഇവിടെ രണ്ടും അല്ലല്ലോ, ഇവിടെ എന്താണ് രണ്ടും ആണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പകുതി മനുഷ്യനും പകുതി സിംഹവും അഥവാ മൃഗവുമാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പകലോ രാത്രിയോ ഞാൻ പരാജയപ്പെടരുത് എന്നാണ്. അപ്പോൾ ആ ഒരു സമയം എന്നത് പകലും രാത്രിയുമായിരുന്നില്ല, അത് ത്രിസന്ധ്യ നേരമായിരുന്നു. അതായത് രാത്രിയും പകലും ആ സംഗമിക്കുന്ന ആ ഒരു സമയം. അപ്പോൾ അതും ആ ഒരു ഇതും പോയി. വീടിനുള്ളിൽ വെച്ചോ പുറത്ത് വെച്ചോ ഞാൻ വധിക്കപ്പെടരുത്. അപ്പോൾ ഈ ഒരു ഹിരണ്യകശിപുവിനെ കൊന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മറപ്പടിയിലാണ്. അതായത് വീടിനുള്ളിലാണെന്നും പറയാൻ പറ്റില്ല, വീടിന് പുറത്താണെന്നും പറയാനായിട്ട് സാധിക്കില്ല. ആകാശത്തോ ഭൂമിയിലോ വെച്ചോ എൻ്റെ അന്ത്യമുണ്ടാകരുത്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു പഴുത് ഇതാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ തൻ്റെ മടിയിലേക്ക് ഹിരണ്യകശിപുവിനെ കെടുത്തുകയാണ്. എന്നിട്ടാണ് കൊല്ലുന്നത്. അപ്പോൾ ആ ഒരു ഇതും അവസാനിച്ചു. അങ്ങനെ ബ്രഹ്മാവിനോട് ചോദിച്ച എല്ലാ വരങ്ങളും നടന്നു. പക്ഷെ അതിനെല്ലാം വെട്ടിച്ചുകൊണ്ട് ഭഗവാൻ ഹിരണ്യകശിപുവിനെ കൊല്ലുക തന്നെ ചെയ്യാട്ടോ. അസുരൻ, അതായത് ഈ ഒരു കഥയുടെ അർത്ഥം ഞാനത് പറയാം. അതിനു മുമ്പ് എങ്ങനെ കൊല്ലുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നഖം ഉപയോഗിച്ച് ഹൃദയം രണ്ടായിട്ട് പിളരുകയാണ്. അങ്ങനെ ആ ചുടു ചോര പുറത്തേക്ക് ഒഴുകുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ പ്രഹ്ലാദൻ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രഹ്ലാദൻ, ഞാൻ പറഞ്ഞല്ലോ, പ്രഹ്ലാദന് ഭയം ഒന്നുമില്ല. അങ്ങനെ ഹിരണ്യകശിപുവിനെ കൊന്നതിന് ശേഷം പ്രഹ്ലാദൻ്റെ ആ ഭക്തി കണ്ട് പ്രസന്നനായ ഭഗവാൻ പ്രഹ്ലാദനോട് വളരെ ആ ഒരു ഭയാനക രൂപം വിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന്. അപ്പോൾ പ്രഹ്ലാദൻ 2 വരങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന്, എൻ്റെ അച്ഛനെ ഭഗവാന്റെ, അതായത് ഈ ഒരു പാപങ്ങളെല്ലാം അകറ്റി ഭഗവാന്റെ പുണ്യം, ഭഗവാന്റെ ഭക്തനാക്കി മാറ്റണം. രണ്ടാമത്തത്, എന്നും, അതായത് പ്രഹ്ലാദന് എന്നും എനിക്ക്
ഭഗവാന്റെ ഭക്തനായിരിക്കണം എന്നിങ്ങനെ 2 ആവശ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പം ഇതുകൂടി കേട്ടപ്പോൾ നരസിംഹാവതാരത്തിന് വളരെ സന്തോഷമാവുകയാണ്. അങ്ങനെ ആ രണ്ട് വരങ്ങളും പ്രഹ്ലാദന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രഹ്ലാദന് ഈ ഒരു ഭക്തി കാരണം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രഹ്ലാദന് അത്ര ഉന്നത സ്ഥാനം തന്നെ കൊടുക്കുകയാണ് ഭഗവാൻ. അപ്പോൾ ഈ ഒരു കഥയുടെ ഒരു മെസ്സേജ് എന്നൊക്കെ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ, ഭഗവാന്റെ ഭക്തരെ ഉപദ്രവിക്കുന്ന, അതായത് വെറുതെ ഉപദ്രവിക്കുന്ന ആരെയും ഭഗവാൻ വെറുതെ വിടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത് എന്ത് വലിയ ബലവാനാണ് എന്ന് പറഞ്ഞാൽ പോലും ഭഗവത്ഗീതയിൽ നമുക്കൊരു ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ ഭക്തരെ ദ്രോഹിക്കുന്നവരെ ഞാൻ എന്നായാലും അതിനുള്ള ശിക്ഷ കൊടുക്കും, അത് എൻ്റെ ഭക്തരാണ് എങ്കിൽ പോലും. അങ്ങനെ ഭഗവാൻ അത്രക്ക് നമ്മൾ ഭഗവാനെ സ്നേഹിക്കുകയാണ്, ഭഗവാന്റെ ഭക്തരാവുകയാണെങ്കിൽ നമ്മളെ തിരിച്ചും നമ്മളൊരു സ്റ്റെപ്പ് മുന്നിലോട്ട് വെക്കുകയാണെങ്കിൽ 1000 ഇരട്ടി സ്റ്റെപ്പ് നമ്മളുടെ അതായത് അവിടെ നിൽക്കുന്ന ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളതിനൊരു കൺസിസ്റ്റൻസി, അതായത് സ്ഥിരമായിട്ട് ഇങ്ങനെ നിലനിന്ന് പോരണം. കുറച്ച് നേരം ഭക്തിയുണ്ട്, പിന്നെ പിറ്റേ ദിവസത്തിനും പോയി, അങ്ങനത്തെ ഒരു ഇത് പാടില്ല. ഇപ്പോൾ പ്രഹ്ലാദൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, പ്രഹ്ലാദനെ തൻ്റെ അച്ഛൻ തന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ വേദനകൾ സഹിച്ചാലും തൻ്റെ ഭഗവാനുള്ള ഭക്തി തനിക്ക് കൈവിടാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ആ ഒരു ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ പോലും തോറ്റു പോവാണ്. ആ ഒരു തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് ഒരു അവതാരം തന്നെ ഭഗവാൻ എടുക്കുകയാണ്, അതും ഏറ്റവും ഉഗ്രരൂപമായ ഭഗവാൻ. പക്ഷേ ഇവിടെ നരസിംഹത്തിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം പ്രഹ്ലാദൻ ഇവിടെ പേടിക്കുന്നില്ല. കാരണം പ്രഹ്ലാദൻ ഭക്തനായിരുന്നു. തെറ്റ് ചെയ്യുന്നവരെ ഭഗവാൻ ശിക്ഷിക്കുകയുള്ളൂ, അത് ഉറപ്പാണ്. നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആ ശിക്ഷ ചിലപ്പോൾ അപ്പം തന്നെ തരില്ലായിരിക്കാം. നമ്മൾ ഇന്നത്തെ കലിയുഗത്തിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫലം, നമ്മളെ തെറ്റിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇതാണ് നരസിംഹത്തിൻ്റെ കഥ. അപ്പോൾ നരസിംഹത്തിനോട് നമുക്ക് ഇപ്പോൾ പേടിയെല്ലാം മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മൾ ദശാവതാര കഥകൾ നമ്മൾ ഇടുന്നുണ്ട്, കുറേ പാർട്ടുകളായിട്ട് 10 അവതാരങ്ങൾ നമ്മൾ പറഞ്ഞു തീർക്കുന്നുണ്ട്. അത് മുഴുവൻ കേൾക്കുന്നത് വളരെ ഒരു വലിയ പുണ്യമാണ്. അപ്പോൾ ആ പുണ്യത്തെക്കുറിച്ച് ഞാൻ ആദ്യത്തെ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. ആ കഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വലിയ പുണ്യമാണ് ദശാവതാര കഥാശ്രവണം എന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് അവതാരങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. എല്ലാവരും അതൊക്കെ കാണുക. നന്ദി.